സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഒരു പുതിയ അഭിഷേകമായിട്ട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒന്നിനെയും ഓർത്ത് നീ ഭാരപ്പെടേണ്ട, മറിച്ച് ശിരസ് മുതൽ ഉള്ളംകാല് വരെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വലിയ കൃപയിൽ ആനന്ദിക്കുക. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോയെ, എന്നിൽ അങ്ങ് ഇടപെടുന്ന അങ്ങയുടെ അനന്ത സ്നേഹത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാരീരികമായി ഏതെങ്കിലും രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവർ തങ്ങളുടെ രോഗപീഠയുള്ള ശരീരഭാഗങ്ങളിൽ ഈശോയുടെ അത്ഭുത ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഓരോ വ്യക്തിയും തിരിച്ചറിയുക, എൻ്റെ ഈശോ എന്നെ സൗഖ്യപ്പെടുത്തുകയാണ്. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു കൊള്ളണം. എൻ്റെ ഈശോ എന്നെ സൗഖ്യപ്പെടുത്തുകയാണ്. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഈശോയുടെ സൗഖ്യം നിങ്ങളിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏത് രോഗപീഠയാണെങ്കിലും, എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും, ഒരുപക്ഷെ വൈദ്യശാസ്ത്രം നിന്നോട് പറഞ്ഞിരിക്കുന്നു നീ രക്ഷപ്പെടില്ല. എന്നാൽ ഈശോ നിന്നോട് പറയുന്നു, മകനെ, മകളെ, ഇതാ സകല പ്രപഞ്ചത്തിൻ്റെയും ഉടയവനായ ദൈവം നിൻ്റെ ഉള്ളിൽ നിന്നിൽ പ്രവർത്തിക്കുന്ന സമയം. ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയും അത് വിശ്വസിച്ചത് ഏറ്റെടുക്കുക. യേശു എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണ്. എൻ്റെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും ഈശോ പ്രവർത്തിക്കുകയാണ്. എൻ്റെ നാഡീ ഞരമ്പുകളിൽ, എൻ്റെ രക്തക്കുഴലുകളിലൂടെ യേശുവിൻ്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ ശരീരത്തിലുള്ള എല്ലാ രോഗപീഠകളെയും നിർവീര്യമാക്കുന്ന യേശുവിൻ്റെ ശക്തി, എല്ലാ വിധത്തിലുള്ള രോഗപീഠകളുടെ വൈറസുകളെയും അണുക്കളെയും യേശു ഇതാ നിർവീര്യമാക്കുന്ന സമയമാണ്. നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊന്നും ചിന്തിക്കാതെ യേശുവിൻ്റെ സാന്നിധ്യം നിൻ്റെ ഉള്ളിൽ നീ അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോ എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. കടലിന് മീതെ നടന്നവൻ, 5 അപ്പം 10,000 വീതം വെച്ച് കൊടുത്തവൻ, കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയവൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ മേൽ അത്ഭുതകരമായിട്ട് നിയന്ത്രണമുള്ളവൻ എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. അപ്പമെടുത്തുയർത്തി ഇതെൻ്റെ ശരീരമാണെന്ന് പഠിപ്പിച്ചവൻ ഇതാ എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റവൻ എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ പ്രിയരെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ഉള്ളിലുള്ള ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മുടെ ശരീരം യേശു ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒത്തിരി രോഗികളെ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നീ ആയിരിക്കുന്നിടത്ത് നിന്നിലെ ശരീരത്തിലേക്ക് കർത്താവിൻ്റെ കൃപ ഒഴുകപ്പെടുന്ന സമയമാണ്. ഒരുപക്ഷെ ആശുപത്രി കിടക്കയിൽ കിടന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന വ്യക്തി, ഇതാ നിന്റെ പക്കലേക്ക് ഈശോയുടെ ശക്തി കടന്നു വരികയാണ്. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വ്യക്തിയാവും. ഇതാ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിന്റെ ഉള്ളിലേക്ക് കർത്താവിൻ്റെ ശക്തിയാണ് വെളിപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ ഇതാ നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. നിന്റെ ചിന്തകളെ, നിന്റെ ധാരണകളെ, നിന്റെ ഇന്നോളമുള്ള അനുഭവങ്ങളെ ഈശോ ഇതാ വിശുദ്ധീകരിക്കുകയാണ്. ഓരോ വ്യക്തിയും വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. 2 കരങ്ങൾ ശിരസിൽ അങ്ങനെ കമഴ്ത്തി വെച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന്, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ഒരു വലിയ അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടട്ടെ. ഒരു വലിയ അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. ദൈവിക ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. ഓരല്ലോ സ്വരമുയർത്തി സ്തുതിക്കുന്നു, നാവ് തുറന്ന് സ്തുതിക്കുന്നു. നിന്റെ പക്കലേക്ക് യേശുവിൻ്റെ ശക്തിയാണ് കടന്നു വരുന്നത്. നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് യേശുവിൻ്റെ ശക്തിയാണ് കടന്നു വരുന്നത്. വിശ്വസിച്ച് നീ പ്രാർത്ഥിക്കുക, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഓ ദൈവിക ശക്തിയെ, ഓ ദൈവിക ശക്തിയെ, ഓ ദൈവിക ശക്തിയെ, എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്നുള്ളൊരുക്കി പ്രാർത്ഥിക്കുന്ന സമയം നിന്റെ മേൽ കർത്താവിന്റെ ശക്തി കടന്നു വരുന്നു. ഒരു പുതിയ അഭിഷേകം നിന്റെ മേൽ കടന്നു വരുന്നു. വിശ്വസിച്ച് ഓരോ വ്യക്തിയും കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കുകയാണ്. നിന്റെ മേൽ കർത്താവ് വലിയ സ്വാതന്ത്ര്യം നൽകുകയാണ്. കർത്താവ് വലിയ സ്വാതന്ത്ര്യം നൽകുകയാണ്.
കർത്താവ് വലിയ സ്വാതന്ത്ര്യം നൽകുകയാണ്. ശരീരത്തിൽ കർത്താവിന്റെ കൃപ വെളിപ്പെടുകയാണ്. മനസ്സിന്റെ ഭാരങ്ങൾ കർത്താവ് എടുത്തു മാറ്റുകയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തിയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു. കയ്യടിച്ചേ. പോരാ, നല്ല കയ്യടി കൊടുത്തേ. ശക്തിയോടെ കയ്യടിച്ചേ. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മീയ മേഖലയെ വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. പ്രാർത്ഥിച്ച് പോരാ, നല്ല കയ്യടി, ശക്തിയോടെ. ആമേൻ. അഭിഷേകത്തിനഗ്നിയായി എന്നിൽ നിറയണമേ. പാവന റൂഹായേ, ചേർന്ന് പാടിക്കേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പാവന റൂഹായി അഭിഷേകത്തിനഗ്നിയായി എന്നിൽ നിറയണമേ. ചേർന്ന് പാടിക്കേ. പാവന റൂഹായേ. ആമേൻ. ആമേൻ. മഴ പോൽ പൊഴിയൂ ആത്മാവേ, കൃപയായി നിറയൂ ആത്മാവേ. മഴ പോൽ പൊഴിയൂ ആത്മാവേ. യേശുവേ, ഇത് വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയൂ പരിശുദ്ധാത്മാവേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആമേൻ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയൂ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പഠിക്കേ. പരിശുദ്ധാത്മാവേ, ആമേൻ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ. എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ആമേൻ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആമേൻ. എന്നിൽ നിറയണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, ആബാ പിതാവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നാവ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. പോരാ, ശക്തിയാൽ സ്തുതിക്കട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും അഴിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കണമേ. എല്ലാ കെട്ടുകളും അഴിയണമേ. ദൈവശക്തി വെളിപ്പെടണമേ. ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്നേഹന്മാരെ കൂരിവരാക്കിയ പരിശുദ്ധ റൂഹായി. ആമേൻ. യേശുവേ, പരിശുദ്ധാത്മാവേ. ജോർദാൻ നദിയിൽ പ്രാവായി, സിഹിയോനിൽ നീമാവായി, സ്നേഹന്മാരെ കൂരിവരാക്കിയ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ. ആദിമസഭയിൽ ഇറങ്ങി വന്നൊരു പരിശുദ്ധാത്മാവേ, ഇന്നീ സഭയിൽ അഭിഷേകത്തിനഗ്നിയിറക്കണമേ. ആമേൻ. ആത്മാവേ, സംഭവിക്കട്ടെ. മഴ പോൽ പൊഴിയൂ ആത്മാവേ, കൃപയായി നിറയൂ ആത്മാവേ. മഴ പോൽ പൊഴിയൂ ആത്മാവേ, എന്നിൽ നിറയൂ പരിശുദ്ധാത്മാവേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എന്നിൽ നിറയണമേ. ചേർന്ന് പാടി, ഹൃദയം തുറന്ന് പാടി, എല്ലാ തടസ്സങ്ങളും മാറ്റി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. വിളിക്കുന്നു, ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, എല്ലാവരും ചേർന്ന്. പോരാ,
ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയുടെ മേലും ഈ ശുശ്രൂഷ സമയത്ത് ആത്മാവിന്റെ അഭിഷേകം ഒരു തീക്കാറ്റയക്കട്ടെ, കൊടുങ്കാറ്റടിക്കട്ടെ, വലിയ ശക്തി വെളിപ്പെടട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ, ഓരോ വ്യക്തിയുടെ മേലും സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ഈ ശുശ്രൂഷ സമയത്ത് അത് സംഭവിക്കപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ, ദൈവശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവെടുത്ത് മാറ്റട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഓ ദൈവത്തിന്റെ ആത്മാവേ, അഭിഷേകത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെ മേലും പണിയപ്പെടട്ടെ. ആരാധന, 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 ആരാധന. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ പ്രവർത്തിക്കണമേ. ഒരു പുതിയ അഭിഷേകം ഞങ്ങളിലേക്ക് വെളിപ്പെടണമേ. കർത്താവ് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. നമ്മുടെ ആത്മീയ മേഖലയിലെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആരോഗ്യം അത് പ്രധാനപ്പെട്ടതാണ്. ആ ഉള്ളിലെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ പ്രാർത്ഥന ശുശ്രൂഷ മുഴുവൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇത് കർത്താവിന് നമ്മളോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിനൊന്ന് കൈയടിച്ച് നന്ദി പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചേ. നല്ല കൈയടി കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതായത് അപ്പം ഈ ശുശ്രൂഷ സമയത്തേ ശ്രദ്ധിച്ചോണം കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആന്തരിക മനുഷ്യനെ നമ്മളൊന്ന് പണിയാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യനെ നമ്മൾ ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ പോവാണ്, പണിയാൻ പോവാണ്. റീബിൽഡിങ് പ്രോസസ്സിലാണ് നമ്മൾ. നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക മനുഷ്യനെ നമ്മൾ പണിയുന്നു. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കുവാൻ ഒരു 3-4 വചനങ്ങൾ നമ്മൾ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പങ്കുവയ്ക്കുന്നു. നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതിയെടുത്ത് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ തിരുവചനം വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം. വിശുദ്ധ പൗലോസ്ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 16. 3-ാം അധ്യായം 16-ാം തിരുവചനം. 3:16. ബൈബിൾ ഉള്ളവർ എൻ്റെ കൂടെ വായിക്കുക, ഇല്ലാത്തവർ ഞാൻ വായിക്കുമ്പോൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഉച്ചത്തിലേറ്റു പറഞ്ഞോ. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടാൻ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. വചനം ശ്രദ്ധിച്ചോണം. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടാൻ അവിടുന്ന് അനുഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവ് നിന്റെ ആന്തരിക അവസ്ഥയെ, ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവര് വലതുകരമുയർത്തി ഒച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. രണ്ടാമത്തെ തിരുവചനം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തുസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം. സെന്റ് പോൾസ് ലെറ്റർ ടു സെക്കൻഡ് ലെറ്റർ ടു കൊറിന്ത്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 16. 4-ാം അധ്യായം 16-ാം തിരുവചനം. 4-ാം അധ്യായം 16-ാം തിരുവചനം. പൗലോസ്ലീഹ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. ബൈബിൾ ഉള്ളവർ എൻ്റെ കൂടെ വായിക്കണം, ഇല്ലാത്തവർ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ഞങ്ങൾ പറ, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു, നവീകരിക്കപ്പെടുന്നു. പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, പീഡകൾ മൊത്തം അനുഭവിക്കുന്നു. പക്ഷേ വചനം പറയുന്നത് എന്താണ്? ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ
അനുദിനം നവീകരിക്കപ്പെടുന്നു. പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ ഉള്ളിൽ ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെടുന്നു. വിശ്വസിക്കുന്ന ഒരൊച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. മൂന്നാമത്തെ വചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 22-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് 22. 7-ാം അധ്യായം 22-ാം തിരുവചനം. പൗലോസ് ശ്ലീഹ പറയാണ്, എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. പൗലോസ് ശ്ലീഹ തൻ്റെ ജീവിതത്തിലെ വലിയ സമ്മർദ്ദങ്ങളുടെ നടുവിൽ പറയുകയാണ്, എൻ്റെ അന്തരംഗത്തിൽ, എൻ്റെ ഉള്ളിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. വലതുകരമുയർത്തി വചനം ഒന്നേറ്റു പറഞ്ഞേ. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൗലോസ് ശ്ലീഹ പറയുന്നത് എൻ്റെ ഉള്ളിൽ, അന്തരംഗത്തിൽ, ആന്തരിക മനുഷ്യൻ. 4-ാമത്തെ ദൈവവചനം എഴുതിയെടുത്തു പഠിച്ചോ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്സുകാർക്ക് എഴുതിയ 3-ാം ലേഖനം. കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 10. ഈ വചനങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോട്ട് ബുക്ക് ഇല്ല, നിങ്ങൾക്കിത് എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, ഇത് ഓൺലൈനിൽ കിടപ്പുണ്ടാവും. നിങ്ങൾ ഈ വചനങ്ങൾ എഴുതിയെടുത്ത് പഠിച്ചോ. ഇതെന്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തെ ചില കാര്യങ്ങൾ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം തിരുവചനം. ഏറ്റുപറയാം. ബൈബിൾ ഉള്ളവർ ഒരുമിച്ച് വായിക്കുന്നു, ബൈബിൾ ഇല്ലാത്തവർ എൻ്റെ കൂടെ ഒച്ചത്തിൽ പറയുന്നു. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട്, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ, ധരിക്കുവിൻ, ധരിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യൻ, നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ 4 ദൈവവചനങ്ങളിലൂടെയും അടിസ്ഥാനപരമായി പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, നിന്റെ ആന്തരിക വ്യക്തിത്വത്തെ നീ പുതുക്കി പണിയണം. നിന്റെ ഉള്ളിലുള്ള നിന്റെ അവസ്ഥയെ നീ നവീകരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിന്റെ ആന്തരിക അവസ്ഥയെ നവീകരിക്കണം. പറഞ്ഞു കൊടുത്തേ. നിന്റെ ആന്തരിക അവസ്ഥയെ നവീകരിക്കണം. പറഞ്ഞേ. ആന്തരിക അവസ്ഥയെ നവീകരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താ ചെയ്യേണ്ടത്? ആന്തരിക അവസ്ഥയെ നവീകരിക്കണം, പണിയണം, പണിയണം. സ്വന്തമായി വീട് പണിതിട്ടുള്ളവരെന്ന് കൈപോക്കിക്കേ. ഇഷ്ടിക കെട്ടിപ്പണിതല്ല, സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു വീട് പണിതിട്ടുള്ളവർ കുറേ പേരുണ്ട്. ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരെന്ന് കൈപോക്കിക്കേ. വീട് പണി ആഗ്രഹം നടക്കുമെന്നറിയാൻ പാടില്ല, എന്നാലും എൻ്റെ ആഗ്രഹം ഉള്ളവരെന്ന് കൈപോക്കിക്കേ. കുറേ പേരുണ്ട്. വീട് പണിതില്ലെങ്കിലും മതിലെങ്കിലും പണിതിട്ടുള്ളൊരു കൈപോക്കിക്കേ. അങ്ങനെയുള്ളവർ കുറേ പേരുണ്ട്. അവരാദ്യം പണിയുന്ന മതിലാണ്. മതിൽ പണിതിട്ട് അകത്തിരിപ്പുണ്ട്, പക്ഷേ വീട് പണിയാൻ പറ്റിയിട്ടില്ല. കുറേ പേര് മതിലെങ്കിലും അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട് പണിയണമെങ്കിൽ വെറുതെ ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടികയും കല്ലും മണ്ണും എല്ലാം കൂടെ ചേർന്ന് വീടാവുമോ? ഇല്ല. വീട് പണിയണമെങ്കിൽ അതിനെന്ത് വേണം? ഒരു മാസ്റ്റർ പ്ലാൻ വേണം. ഒരു പ്ലാൻ വരയ്ക്കുന്നതാണ് സത്യത്തിൽ വീട് പണിതതിനേക്കാളും കഷ്ടം. വീട് പണിതിട്ടുള്ളവർക്ക് നന്നായിട്ടറിയാം. അതിനു വേണ്ടിയിട്ട്, ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് പ്ലാൻ വരച്ച് അതിനു വേണ്ടി കഷ്ടപ്പെട്ടാണ് വീട് പണിയുന്നത്. വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന്. ഒറ്റ ദിവസം കൊണ്ടൊന്നും എല്ലാ ഇഷ്ടികയും കൂടെ ചേർന്നൊന്നും കയറിയിരിക്കത്തില്ല. മറിച്ച് നാളുകളുടെ കഷ്ടപ്പാടും സ്വപ്നത്തിൻ്റെ ഭാഗമാണ് വീട് പണിയുന്നത്. എന്നതുപോലെ തന്നെ നമ്മുടെ ആന്തരിക മനുഷ്യനെ പണിയുക എന്നുള്ളത് വളരെ കഷ്ടപ്പാട് പിടിച്ച പണിയാണ്. വളരെ കഷ്ടപ്പാട് പിടിച്ച പണിയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, ഇച്ചിരി കഷ്ടപ്പാട് പിടിച്ച പണിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ത്?
എന്താണ് ഈ കഷ്ടപ്പാട് പിടിച്ച പണി? ആന്തരിക മനുഷ്യനെ പണിയുക. ഇവിടെ വന്നിരിക്കുന്നത് തന്നെ വലിയ കഷ്ടപ്പാടാണ്. ഇവിടെ വന്നിരിക്കുന്നത് തന്നെ വലിയ കഷ്ടപ്പാടാണ്. ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത്, ഭാരപ്പെടുന്നത്, ഓ ഇങ്ങനെ ഇരുന്ന് എനിക്ക് എന്ത് കിട്ടും അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തരിക മനുഷ്യനെ പണിയുന്നതിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയം, നമ്മുടെ ചിന്തകൾ, ഇത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ഇത് ഇച്ചിരി കഷ്ടപ്പാട് പിടിച്ച പണിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഈ ഭൂമി ജീവിതത്തിൽ നിനക്ക് ഒരു നല്ല മനുഷ്യനായി ജീവിക്കണമെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ട കാര്യം നിന്റെ ഉള്ളിലുള്ള അവസ്ഥയെ നീ പുതുക്കി പണിയണം, നവീകരിക്കണം, റിന്യൂ ചെയ്യണം, ബിൽഡ് ചെയ്യണം. അതാവശ്യമാണ്. അപ്പോൾ ഈ ചോദ്യം വിശുദ്ധ ഗ്രന്ഥത്തോട് നമ്മൾ ചോദിക്കുവാണ്, എങ്ങനെയാണ് ഞാൻ എൻ്റെ ആന്തരിക മനുഷ്യനെ പുതുക്കി പണിയുന്നത് എന്ന് ചോദിച്ചാൽ പൗലോസ്ലീഹ തന്നെ നമ്മൾ ഈ വിഷയം പഠിപ്പിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം ചാപ്റ്റർ 12 വേഴ്സ് 2, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ ആന്തരിക മനുഷ്യനെ നമ്മൾ പുതുക്കി പണിയണമെങ്കിൽ വചനം പറയുന്നു, എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. മനസ്സിന്റെ നവീകരണം എന്ന് പറഞ്ഞാൽ മനസ്സ് മാറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിൽ മാറ്റം വേണോ? ഉച്ചത്തി പറ. വേണമെങ്കിൽ മനസ്സ് മാറണം. അടുത്തിരിക്കുന്ന ആളോട് പറ, നിനക്ക് നന്നാവണമെങ്കിൽ ആദ്യം മനസ്സ് മാറണം. അതാണല്ലോ ഇല്ലാത്തത്. ജീവിതത്തിൽ നന്നാവണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആദ്യത്തെ ചുവടുവെപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടണം. ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ്സ്. മനസ്സിന്റെ നവീകരണം വഴി പൗലോസ്ലീഹ പറയാണ്, നിന്റെ ഉള്ളിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്, പുറത്തല്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് പുറത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പുറത്തെങ്ങനെ മെച്ചപ്പെടുത്താം അല്ലേ? ഒട്ടുമുക്കാലും വീടുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വീടിൻ്റെ അടുക്കള ഭാഗമാണോ മുൻവശമാണോ ശ്രദ്ധിച്ചിട്ടുള്ളത്? നമ്മൾ മുൻവശം നല്ല ടിപ്പ് ടോപ്പ് ആയിട്ട് എല്ലാ ദിവസവും അടിച്ചു വാരി ടിപ്പ് ടോപ്പ് ചെടി വളർത്തി പൂക്കളുണ്ടാക്കി അത് ചെയ്ത് ഇത് ചെയ്ത്. നിങ്ങൾ യഥാർത്ഥത്തിലുള്ള വീടിൻ്റെ അവസ്ഥ കാണണമെങ്കിൽ എവിടെ ചെന്നാൽ മതി? അടുക്കളയുടെ പുറം വശത്ത് ചെന്നാൽ മതി. അവിടെ കാണാം കാളി, അവിടെ കാണാം അവിടുത്തെ അവസ്ഥ അല്ലേ? ഈ പുറത്തെ നമ്മൾ ടിപ്പ് ടോപ്പ് ആക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കഷ്ടപ്പെടുന്നു. ഇന്നിങ്ങോട്ട് പോന്നപ്പോൾ തന്നെ പൗഡർ ഇട്ട് അതിട്ട് ഇതിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പുറമേ നന്നാക്കാൻ വേണ്ടി നമ്മൾ ഓട്ടണം. എന്നാൽ പുറമേ അല്ല നന്നാവേണ്ടത്, ആദ്യം ആകമേ നന്നാവണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 23-ാം തിരുവചനം, ബുക്ക് ഓഫ് പ്രൊവേർബ് ചാപ്റ്റർ 4 വേഴ്സ് 23. സുഭാഷിതം 4:23. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കണം, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. കേട്ടോ, വചനം കേട്ടോ. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കണം. കാരണം എന്താ? ജീവന്റെ ഉറവകൾ വരുന്നത് അവിടെ നിന്ന്, ഹൃദയത്തിൽ നിന്നാണ് വരുന്നെന്ന്. ഹൃദയത്തിൽ നിന്ന് നിന്റെ ഉള്ളിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്, പുറമേ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവചനം 36:26, ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 36 വേഴ്സ് 26 എന്താ പഠിപ്പിച്ചിട്ടുള്ളത്? നമുക്കറിയാവുന്നൊരു വചനം അറിയാവുന്നൊരു പറഞ്ഞേ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. കണ്ടോ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. നിന്റെ ഉള്ളിലുള്ള ശിലാഹൃദയം, നിന്റെ ഉള്ളിലുള്ള കല്ല് പോലത്തെ അവസ്ഥയ്ക്കൊരു മാറ്റം വരണം. എന്നിട്ട് അവിടെ എന്ത് സംഭവിക്കണം? മാംസളമായ ഹൃദയം വരണം. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒറ്റ വാക്കിൽ ഉത്തരം, അകത്ത് മാറ്റം വരാതെ രക്ഷയില്ല. പറഞ്ഞേ, അടുത്തിരിക്കുന്ന ആളോട് പറ, അകത്ത് മാറ്റം വരാതെ ഒരു രക്ഷയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു കുടുംബം വന്നു. ആ കുടുംബം വന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, അച്ഛാ ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ മൊത്തം പ്രതിസന്ധിയായിരുന്നു. അപ്പോൾ അവിടെ പ്രാർത്ഥനക്കാരനെന്ന് പറയുന്ന ഒരാൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഈ വീടിരിക്കുന്ന സ്ഥലം ശരിയല്ല, അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇവിടം വിറ്റ് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഇവർ ചോദിച്ചു, ഇവിടം വിറ്റാൽ പ്രശ്നമൊക്കെ തരുമോ? പിന്നെ ഇവിടം വിട്ടാൽ എല്ലാം ശരിയാവും അല്ലേ? എല്ലാം ശരിയാവും. അങ്ങനെയാണ് പറഞ്ഞത്, എല്ലാം ശരിയാവും. ആരണ്ടൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം ശരിയാവും, ഇവിടം വിട്ടാൽ എല്ലാം ശരിയാവും. അച്ഛാ, ആ പ്രാർത്ഥനക്കാരനെന്ന് പറയുന്ന ആൾ പറഞ്ഞത് കേട്ട് ഞങ്ങൾ അവിടം വിട്ടു, ഞങ്ങളിപ്പോൾ പുതിയ സ്ഥലത്താണ്. അപ്പം ഞാൻ ചോദിച്ചു, എല്ലാം ശരിയായില്ലേ? എവിടെ? അച്ഛാ, ഒന്നും ശരിയായിട്ടില്ല, ഒന്നും ശരിയായിട്ടില്ല. എന്ന് മാത്രമല്ല അച്ഛാ, ഞങ്ങൾ അതിനു മുമ്പ് വേറെ 3 സ്ഥലങ്ങൾ മാറിയിട്ടാണ് അവിടെ എത്തിയത്. അവിടെ നിന്നാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ 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 ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നാൾ ഓടും? നിന്റെ ജീവിതത്തിൽ നീ ചുറ്റുവട്ടത്തെ സാഹചര്യങ്ങൾ മാറ്റുന്നത് കൊണ്ട്, പുതിയ വീട് വെച്ചപ്പോഴത്തേക്ക്, പുതിയ സ്ഥലത്തോട്ട് എത്തിയപ്പോഴത്തേക്ക് അന്തരീക്ഷം മാറി, അയൽവാസി മാറി, ഇതുകൊണ്ടൊന്നും കാര്യമില്ല. മാറ്റം എവിടെ ഉണ്ടാവണം? അകത്ത് മാറ്റം ഉണ്ടാവണം, പുറത്തല്ലെന്ന്. വീട് മാറിയത് കൊണ്ട് തീരുന്ന പ്രശ്നമല്ല, ഇതകത്താണ് പ്രശ്നം ഇരിക്കുന്നത്. അകത്തെ പ്രശ്നം തീരാതെ നമ്മൾ പുറത്തെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. ആദ്യം അകത്തെ പ്രശ്നം കൈകാര്യം ചെയ്യണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ ഗ്രന്ഥം, പ്രത്യേകിച്ച് ക്രൈസ്തവ ജീവിതം ഒരു വ്യക്തിക്ക് മുമ്പിലോട്ട് വെച്ചു നീട്ടുന്ന ഒന്നാമത്തെ കാര്യം, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഐശ്വര്യത്തോടെ ജീവിക്കണമെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ട കാര്യം നിന്റെ അകം ശരിയാക്കണം, പുറത്തല്ല, അകത്ത് ശരിയാക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അതിൻ്റെ ഒരു പ്രായോഗിക പരിശീലനം പോലെ ചെയ്യാവുന്നൊരു കാര്യം പറയട്ടെ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പുറത്തെ കാര്യങ്ങളല്ല, അകത്തെ മുറിയിലൊക്കെ ക്ലീനിങ് നടത്തണം. വീടിൻ്റെ അകത്ത്, അലമാരിക്കകത്ത് ആവശ്യമില്ലാത്ത തുണികളൊക്കെ എടുത്ത് കൊടുക്കുകയോ കത്തിക്കുകയോ എന്തെങ്കിലും ചെയ്യണം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീടിൻ്റെ അകത്തുള്ളത്, ഇതിനോട് ബന്ധപ്പെട്ട കാര്യമല്ല, പക്ഷെ നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ പറയാൻ തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അതായത് അകത്ത്, വീടിൻ്റെ അകത്ത്. പുറമെ നീ വലിയ ബ്യൂട്ടിഫിക്കേഷൻ നടത്തുന്നു, ചെടി വളർത്തി, ആദി വളർത്തി, കൊള്ളാം. പക്ഷേ നിന്റെ വീടിൻ്റെ അകത്ത്, ഇതിനെ നമ്മൾ ആത്മീയ അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്ന കാര്യം, നിന്റെ ഉള്ളിലാണ് മാനസാന്തരം വരേണ്ടത്, ഉള്ളിലാണ് മാറ്റം വരേണ്ടത്, പുറമെയല്ല. ശ്രദ്ധിപ്പറ ഹല്ലേലൂയാ. സ്നാപക യോഹന്നാന്റെ പ്രസംഗം എന്തിനെ കുറിച്ചായിരുന്നു? പറ, എന്തിനെ കുറിച്ചാ സ്നാപക യോഹന്നാൻ പ്രസംഗിച്ച്? എന്തിനെ കുറിച്ചാ? കാനഡയിൽ എങ്ങനെ പോകാം, ജർമ്മനിയിൽ B1 B2 എങ്ങനെ കിട്ടും ആണോ ചേച്ചി? അല്ലെന്ന്. പിന്നെ അയാൾ എന്നതാ പ്രസംഗിച്ചേ? ഒറ്റ കാര്യം അയാൾ പ്രസംഗിച്ചിട്ടുള്ളൂ, മാനസാന്തരപ്പെടുക. മനസ്സിൽ മാറ്റം വരണം, പുറത്തല്ലെന്ന്. മനസ്സിൽ മാറ്റം വരണം, ഉള്ളിൽ മാറ്റം വരണമെന്ന്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ പട്ടാളക്കാർ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ചുങ്കക്കാർ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? സാധാരണക്കാർ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായി ഒരു ജീവിതം ഐശ്വര്യം പ്രാപിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിലാണ് മാറ്റം വരേണ്ടത്, അകത്താണ് പ്രശ്നം, അകത്താണ് മാറ്റം വരേണ്ടത്. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആൾക്ക് ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തേ, അകത്ത് മാറ്റം വരാതെ രക്ഷയില്ല മോനെ, രക്ഷയില്ല മോളെ. പറഞ്ഞു കൊടു. ചേച്ചിക്ക് ആരും പറയാനില്ല, പുറകിലോട്ടുള്ള ആത്മാരോടെങ്കിലും പറഞ്ഞു കൊടു. അകത്ത് മാറ്റം വരാതെ രക്ഷയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരു കാരണവശാലും ഒരു തിന്മയും ഞങ്ങളെ തൊടാതിരിക്കട്ടെ. ഒരു പുതിയ അഭിഷേകത്താൽ കർത്താവ് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവ്, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സമയം ലോകമെമ്പാടും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനകളോട് ചേർത്ത് വെച്ച്, പൊട്ടാശ്രമത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളോടും ചേർത്ത് വെച്ച്, ഈ അത്ഭുതത്തിൻ്റെ ആൾത്താരിൽ നിന്നൊഴുകുന്ന ദൈവശക്തി ഇതാ ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. എല്ലാ തിന്മയുടെ അന്ധകാര ശക്തികളും എന്നേക്കുമായിട്ട് നിർവീര്യമാകപ്പെടട്ടെ. ഇവരുടെ ജീവിതങ്ങളെ കർത്താവെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഒരു പുതിയ അഭിഷേകത്താൽ വിശുദ്ധീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.